പക്ഷേ നമസ്കാരം. റഷ്യ ഉക്രൈൻ വാറിൽ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഒരു പക്ഷേ വലിയ യുദ്ധ സന്നാഹങ്ങളുമായി വലിയ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ചില തന്ത്രങ്ങൾ, അവരെപ്പോഴും റഷ്യയിലേക്ക് ഡ്രോണുകൾ കയറ്റി അയച്ചിട്ട് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി റഷ്യയെ പോലും ഞെട്ടിച്ച ആളുകളാണ് അവർ. നാറ്റോയുടെ സഹായമുണ്ടാവും, മറ്റ് സഹായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഈ ഉക്രൈൻ മണ്ണ്, ഉക്രൈനിലെ ഭരണാധികാരികളൊക്കെ സെലൻസ്കിയെ പോലുള്ള ആളുകളൊക്കെ ആണെന്ന് തോന്നിപ്പോകുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം എന്ന് വെച്ചാൽ 1000 മുറിവുകളുടെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ഉക്രൈൻ്റെ ഒരു യുദ്ധതന്ത്രത്തെക്കുറിച്ച് അവരുടെ സൈനിക മേധാവി ഒലക്സാണ്ടർ സിർസ്കി, അദ്ദേഹം വളരെ വിചിത്രമായ അലക്സാണ്ടർ ആയിരിക്കാം, ഒലക്സാണ്ടർ സിർസ്കിയാണ് ഇത് പ്രസ്താവിച്ചത്, ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ചാവേർ സംഘങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ സംഘങ്ങളായിട്ട് വിഭജിച്ചിട്ട് അറ്റാക്ക് നടത്തുക, ഈ അറ്റാക്കിനോടൊപ്പം തന്നെ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നേരിടുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മാഷ് എങ്ങനെയാണ് ഈ ഒരു പുതിയ തന്ത്രത്തെ, 1000 യുദ്ധങ്ങളുടെ ഈ ഒരു തന്ത്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം കാണുന്നത് തീർച്ചയായിട്ടും അത് അവരുടെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു തന്ത്രമല്ല, അനുഭവത്തിൻ്റെ തീവ്രമായ തീച്ചുളയിൽ നിന്ന് ഇനി എന്ത് വഴി, എല്ലാ വഴികളും അടയുമ്പോൾ ഉണ്ടാകുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ മരണാസന്നമായ നേരങ്ങളിൽ നമുക്ക് വരുന്ന ചില ഉൾവിളികളുണ്ട്. പരാജയം മുൻപിൽ കാണുമ്പോൾ ഇനിയൊരു വഴിയും നമ്മുടെ മുമ്പിൽ തുറക്കാനില്ല, മാർഗങ്ങളൊന്നും കാണാതെ അങ്ങനെ വരുമ്പോൾ വരുന്ന ഘട്ടങ്ങളിൽ മനുഷ്യന് അതിജീവനത്തിന് വേണ്ടി തീർക്കുന്ന തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം, ഇത് 3-3.5 കൊല്ലമായി. അത് മാത്രമല്ല, അത് തീർക്കാൻ യാതൊരു താല്പര്യവും റഷ്യക്കില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഈ ഉക്രൈൻ ഒറ്റക്കല്ല എന്നും ഉക്രൈൻ്റെ പിന്നിൽ റഷ്യക്കെതിരായ എല്ലാ ശക്തികളും അണിനിരന്നിരിക്കുന്നതും മനസ്സുകൊണ്ടെങ്കിലും അവർക്കറിയാം. അതുകൊണ്ട് അവർ 3.5 കൊല്ലമായി യുദ്ധം നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് 7 ലക്ഷം, കഴിഞ്ഞ ആഴ്ചയിലാണ്, 2 ആഴ്ച മുമ്പാണ് 7 ലക്ഷം സൈനികരെ ഒരുമിച്ച് കൊണ്ടുപോയി ഉക്രൈനിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്തിരിയാൻ തയ്യാറല്ല എന്നാൽ, ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഞങ്ങൾ പൊരുതി തീർക്കും എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉക്രൈനെ പോലെ ഒരു രാജ്യം എന്ത് ചെയ്യണം? റഷ്യയുടെ മുമ്പിൽ എന്തായാലും ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ അവർക്കാവില്ല. അവരുടെ ആർട്ടിലറി അറ്റാക്കിനെ നേരിടാൻ പ്രാപ്തമല്ല. റഷ്യ ഒമ്പിച്ച സന്നാഹങ്ങളെവിടെയാണ്? ഒറ്റത്തവണ ഒരു ബറ്റാലിയൻ ചെല്ലുന്നത് 7 ലക്ഷം സൈനികരാണ്. അത്രയും പേർക്ക് ഉക്രൈൻ എന്ന രാജ്യത്ത് നേരെ ചൊവ്വേ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ആണ്, ആ അവസ്ഥയിലാണ്. ആയുധങ്ങൾ അതിഭീകരമാണ്. ഒമ്പിച്ച ഭാരമേറിയ ആയുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകളോ എല്ലാം വില കൂടിയ ഭാരമേറിയ ആയുധങ്ങൾ കൊണ്ടുവന്ന് നിരത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സന്നാഹത്തെ, സർവായുധ സജ്ജമായ ഒരു സാമ്രാജ്യത്വ, ഒരു റഷ്യയുടെ സാമ്രാജ്യത്വ മോഹം എന്നതിനെ വിളിക്കണം. കാരണം റഷ്യയുടേതാണെങ്കിൽ പോലും ഒരു രാജ്യത്തെ കീഴടക്കാനുള്ള നീക്കത്തെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് തന്നെ കാണണം. മറ്റൊരു രാജ്യത്തിന് മേൽ നടത്തുന്ന കയ്യേറ്റത്തെ ഇന്ത്യ ന്യായീകരിച്ചിട്ടുമില്ല. ഇന്ത്യക്ക് ന്യായീകരിക്കാൻ കഴിയുകയില്ല. തെറ്റാണെന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വഴി, എന്താണ് വഴി? അന്തിമമായൊരു വഴിയുണ്ട്. അത് ഗാന്ധിയുടെ വിഖ്യാതമായ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഡു ഓർ ഡൈ ആണ്. ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും, രണ്ടിലൊന്ന്. ഈ മരിക്കാൻ തയ്യാറാകുന്ന ഒരു ജനതയുണ്ട്. അത് രാഷ്ട്രമാകട്ടെ, വ്യക്തിയാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ. ഞാൻ നശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടിലൊന്ന് സംഭവിക്കും. വളരെ വളരെ അഗ്രസീവ്, അപകടകരമായിട്ടുള്ള ഒരു മുനയാണത്. അത് ഗംഭീരം. അതാണ് ഈ 1000 മുറിവുകളുടെ 1000 മുറിവുകൾ. ആലോചിച്ച് നോക്കൂ, 1000 മുറിവുകൾ എന്ന് പറഞ്ഞ ഏറ്റെടുത്ത് തങ്ങൾക്ക് ഏറ്റ മുറിവുകളെ കുറിച്ച് കൂടിയാണ്. അതെ, 1000 മുറിവുകൾ, ദേഹമാസകലം മുറിവേറ്റ് ചോരയൊലിച്ച് ഏറ്റവും ദീനമായി നിൽക്കുന്ന ഒരു സമയത്തെടുക്കുന്ന തീരുമാനമാണ്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അത് വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഇത്തരം ചില ഘട്ടങ്ങൾ ഉണ്ടായി. ചാവേറുകൾ. അപ്പോൾ ചാവേറുകൾക്കുള്ള ഒരു പ്രശ്നം എന്താ? അയാൾക്ക് ഏറ്റവും അവസാനം ഒരു യുദ്ധത്തിൽ, ഒരു പോരാട്ടത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അത് ആദ്യം ബലി കഴിക്കുകയാണ്. യെസ്, ഞാൻ പോകുന്നത് തന്നെ ചാവാനാണ് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ പിന്നെ നഷ്ടപ്പെടാനുള്ളത് സ്വത്ത്, ഈ പറഞ്ഞ ഭൂമി, ആയുധം, ശരീരം, ആരോഗ്യം ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവസാനം നഷ്ടപ്പെടാനുള്ളതാണ് ഈ ജീവൻ. അത് നഷ്ടപ്പെടുത്താനാവും വരുന്നത്.
അപ്പോൾ ഇവന് ആവശ്യം ഇതിലൊക്കെ വല്ല ഇഷ്ടവും പ്രണയവും ഉണ്ടെങ്കിൽ അവൻ അതും കൊണ്ട് കൊണ്ടുപോകും. നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ചാവേറുകൾ, ഉദാഹരണം കേരള ചരിത്രത്തിലുണ്ട് അല്ലേ? കേരളത്തിൽ ധാരാളം ഉണ്ട് സാറേ. ഞാൻ കണ്ടിട്ടുള്ളത് ഈ പോര് അവസാനം വരെ ഈ മലബാർ കലാപകാരികൾ കേരളത്തിൽ ഇപ്പോൾ 1921 ആദ്യത്തെ കലാപകാലത്ത് എളമ്പുലാശ്ശേരി ഉണ്ണിമൂസ മൂപ്പൻ, ഈ മഞ്ചേരിയിലെ അത്തംകുരിക്കൾ, അതുപോലെ ഈ ചാവക്കാട്ടെ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ, രണ്ടാമത്തെ 21 കലാപത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ ചെമ്പ്രശ്ശേരി തങ്ങൾ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം ഇതാണ്. ഈ വലിയ സൈന്യം ഒരുമിച്ച് പോയി പൊരുതിയ ഘട്ടങ്ങൾ കുറവാണ്. അപ്പോഴൊക്കെ അവർക്ക് അബദ്ധം പറ്റിയിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്, ഭരാജയപ്പെട്ടു ഭീകരമായി. അതിൻ്റെ ഒരു അപകടം എന്താണെന്നറിയാം സാർ, ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ പോരാടാനുള്ളത് 500 പേരാണെങ്കിൽ ആ 500 പേര് ഒറ്റ യുദ്ധത്തിന് പോയാൽ ഇവരുടെ കയ്യിലുള്ളത് ഈ പച്ചമട്ടലും പിച്ചാത്തിയും കുന്തവും ഒക്കെയാണ്. അതുമായിട്ട് പോകുന്നവനെ ഒരു യന്ത്രത്തോക്ക് കൊണ്ട് നിരപ്പാക്കിയാൽ തീർന്നു ആ പോരാട്ടം. അതൊരു ബുദ്ധിയല്ല എന്ന് പിന്നെ അവർ മനസ്സിലാക്കി. പിന്നെ പോകുന്ന ഒറ്റപ്പെട്ട സംഘങ്ങളാണ്, കൊച്ചു സംഘങ്ങൾ. അതാണ് ഇപ്പോൾ ഉക്രൈൻ സ്വീകരിക്കുന്നത്. 4-5 പേരുള്ള മാമാങ്കത്തിന് പോകുന്ന അങ്ങനെയാണല്ലോ. മാമാങ്കത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വലിയ സാമ്രാജ്യത്തോട് വ്യക്തികൾ പോയി പൊരുതുകയാണ്, ചെറിയ സംഘങ്ങളാണ്. അപ്പോൾ ഇത് 21 കലാപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ യൂറോപ്പിലെ നൈറ്റ്സ് ഇതിന്റെ ഒരു സൂചനയാണ്. ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പഴയ അലക്സാണ്ടറുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പുള്ള പഴയ കാലമുണ്ടല്ലോ, ചരിത്രാതീത കാലത്തെ സ്പാർട്ടക്കസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പോരാളികൾ പറയുന്നുണ്ട്. ഒന്നിനും വേണ്ട ഇപ്പോൾ ഗ്ലാഡിയേറ്റേഴ്സ് എക്സാക്ട്ലി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പഴശ്ശി രാജാവിന് വേണ്ടി കുറിച്യപ്പട അവരിങ്ങനെയാണ്. അവര് 4-5 പേരാണ് പോവുക. ഏതിലേ പോവുക? മരത്തിൽ നിന്ന് മരത്തിലേക്കാണ് അവർ പോകുന്നത് പോലും കാണാൻ പറ്റില്ല, ഭൂമിയിൽ അവരെ കാണാൻ പറ്റില്ല. മരത്തിൽ നിന്ന് മരത്തിലേക്ക് പോയിട്ട് ബ്രിട്ടീഷ് പട എവിടെ ഉണ്ടോ ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിൽ ചില്ലയിൽ ഒളിഞ്ഞിരുന്നിട്ട് അവർ അമ്പ അവരുടെ കയ്യിലുള്ളൂ. ഗറില്ല വാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആ സമുറായിസ് ഉണ്ടായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരൊക്കെ ഏതാണ്ട് പൊരുതിയിരുന്നത് അങ്ങനെയാണ്. 8 വീട്ടിൽ പിള്ളമാർ അങ്ങനെയല്ല പൊരുതിയിരുന്നത്. അവര് സംഘടിതമായിട്ട് അവർ ചെറിയ സേന ഉണ്ടാക്കി അങ്ങനെയായിരുന്നു. മറ്റൊരു തരത്തിലായിരുന്നു യുദ്ധം തന്നെയായിരുന്നു. ഇപ്പൊ ഈ മംഗോളിയൻ കാവലറി യൂണിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ ചൈനീസ് ചെങ്കിസ് ഖാൻ ഉപയോഗിച്ച ചെറിയ കുതിര സേനകളെ, അത് ഈ കുതിരപ്പട, അതും ഒരുമിച്ച് പോകില്ല. 4-5 കുതിരപ്പട ഒരുമിച്ച് ഒരു സംഘമായിട്ട് പോകും. ആ പോരാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. ഇതല്ലാതെ ഇനിയൊരു വഴിയില്ല. ഒറ്റയ്ക്ക് പോയിട്ട് ഈ വലിയ തോതിൽ സംഘടിച്ച് നിൽക്കുന്ന ഒരാഴ്ച അങ്ങനെ പോയാലുള്ളൊരു ഗുണം, അപ്പുറത്തുനിന്ന് ആരാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റില്ല, ശത്രുവിന് നേരെ വെടിവെക്കാൻ പറ്റില്ല. അതേസമയത്ത് ആ സമയം കൊണ്ട് ഇവനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പോരാളിക്ക് 10 പേരെങ്കിലും വകവരുത്തിയിട്ട് പോരാ. ശത്രുവിന് ഇവനെ തിരിച്ചറിയാനും ബുദ്ധിമുട്ടായിരിക്കില്ല, കണ്ടെത്താൻ. ചെറിയ സംഘമാണ്. അതാണ് 1-2 പേരായിട്ട് വരുമ്പോൾ അതെ ആ മൂവ്മെന്റ് കാണാൻ പോലും പറ്റില്ല, ഇവരുടെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ എന്തായാലും ഇതിന്റെ ഒരു മറുവശം ഇതാണ്. ഒന്ന്, സംഘടിതമായി ആക്രമിക്കുന്ന ഒരു വമ്പിച്ച സേനയും സാമ്രാജ്യവും ഒരു ഭാഗത്ത്, ഒറ്റയ്ക്കുള്ള ചാവേർപ്പോര്. ഇത് വിജയിച്ചൊരു ചിത്രം ചരിത്രത്തിൽ അത്ഭുതകരമായി ഞാൻ കണ്ടത് എവിടെയെന്ന് വെച്ചാൽ അറേബ്യൻ ചരിത്രത്തിലാണ്. അറേബ്യൻ രാജാക്കന്മാർ, ഈ സൗദ് രാജകുടുംബം തോറ്റ്, അതായത് സമ്പൂർണ്ണമായിട്ടും, കിങ് അബ്ദുൽ അസീസ് ഉണ്ടായിരുന്നു. കിങ് അബ്ദുൽ അസീസ് രാജാവ് സമ്പൂർണ്ണമായിട്ട് തോറ്റിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഓടിച്ചു കളഞ്ഞാൽ, അമ്മാവൻ്റെ നാടാണ് കുവൈറ്റിലേക്ക് ഒരു നാട് കടന്നുപോയി. ആ നാട്ടിൽ നിന്ന് പിന്നെ അവർ പ്ലാൻ ചെയ്യുകയാണ് ഈ കൊച്ചു സംഘങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അറിയപ്പെടുന്നത് അതിന് അങ്ങനെ പേരുണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഖാസിമാർ അറിയപ്പെടുന്നുണ്ട്. ഖാസി എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, വേറെ അർത്ഥം. അവര് പൊതുവായിട്ട് മതപരമായ മതപരമാണ്. അപ്പൊ അദ്ദേഹം എന്ന് വെച്ചാൽ മതത്തിന് വേണ്ടി പോരാടാൻ തീരുമാനിക്കുന്ന കൊച്ചു സംഘങ്ങൾ. അദ്ദേഹം കുവൈറ്റിൽ നിന്നൊരു മെസ്സേജ് കത്ത് കൊടുത്തേക്കാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ, ഞാൻ ഇവിടുന്ന് വന്നാൽ എൻ്റെ കൂടെ നിൽക്കാൻ 40 പേരുണ്ടാവുമോ എന്ന് ചോദിച്ചു. അങ്ങനെ 40 പേരെ, വെറും 40 പേരെ കൊണ്ട് ഒരു രാജ്യം കീഴടക്കിയിട്ട് നേരെ പോകുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഗറില്ല അറ്റാക്കാണ്, ചാവേർ അറ്റാക്ക്. മരിച്ച ഒന്നും നഷ്ടപ്പെടാനില്ല. അവസാനം മരിക്കാൻ തീരുമാനിച്ചു പോവാണ്. പക്ഷെ ജയിച്ചു അവർ, രാജ്യം പിടിച്ചു. കിങ് അബ്ദുൽ അസീസ് അങ്ങനെയാണ്. അന്ന് മുതലാണ് രാജ്യം ഈ ഇപ്പോൾ പറയുന്ന KSA ഉണ്ടല്ലോ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. സൗദ് ആ കുടുംബത്തിന്റെ അവരുണ്ടാക്കുന്നത് 42-ലും മറ്റോ. അത് ഭയങ്കരമായ എനിക്ക് തോന്നുന്നു മാഷെ, ഇപ്പൊ ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വലിയ സംഗതിയുണ്ട്. എനിക്ക് തോന്നുന്നു മംഗോളിയരുടെ ഒരു വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ ഗോകുലത്തിലെ അഘോരികളുടെ സാധു സന്യാസിമാരുടെ ഒരു സംഘം, 500 പേരുടെ സംഘം
അവർ എക്യുപ്ഡായിട്ട് വേറെ കുന്തവും മറ്റു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ അടുത്ത്. ഈ വടിവാളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ആദ്യമായിട്ട് ആയുധം എടുത്തിട്ട് 5000 പടയാളികളെ 500 സാധു സംഘം, അഘോരികളുടെ സംഘം നേരിട്ട് അവരെ നിശേഷം തുരത്തി തോൽപ്പിച്ച് രക്തപ്പുഴ ഒഴുകിയെന്നാണ് പറഞ്ഞത്. ബാറ്റിൽ ഓഫ് ഗോകുൽ. ഗോകുൽ. അപ്പം ഇത്തരം സംഗതികളൊക്കെ നമുക്കിടയിലുണ്ട്. എന്തായാലും സാങ്കേതിക വിദ്യകളും തന്ത്രവും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പുതിയ പരീക്ഷണത്തിന് ഉക്രൈൻ. 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇവർ ഉപയോഗിക്കുന്നത്. ഒന്ന്, അവർ ഇത് കൊച്ചു സംഘത്തെ അയച്ചിട്ട്, നഷ്ടം വന്നാൽ കൊച്ചു സംഘമല്ലേ നഷ്ടപ്പെടും. ആൾ നഷ്ടം ഉണ്ടാകുമ്പോൾ എണ്ണം കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, ചെറിയ ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ചെറിയ ആയുധങ്ങളിൽ തന്നെ ആളില്ലാത്ത ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും റോബോട്ടിക് നിയന്ത്രണത്തില്ല, റിമോട്ട് കൺട്രോളിലാണ്. അത്തരം സംഗതികളാണ്. അവിടെയാണ് സാങ്കേതിക വിദ്യയിലും അവർ ആ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആണെന്ന് റഷ്യ അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ടല്ല. റഷ്യക്ക് മാസീവ് അറ്റാക്കിനെ ആണ് അവരുടെ പ്ലാൻ. അവരുടെ ഒരു രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അവർക്ക് ചെറുതൊന്നും മനസ്സിൽ കയറൂല. ഇവർക്ക് ചെറുതാണ് ഇവരുടെ രക്ഷാമാർഗം എന്ന് തീരുമാനിക്കുക. എന്തായാലും ഇതുകൊണ്ടല്ലാതെ എനിക്ക് തോന്നുന്നു ഈ ഒരു അന്തിമമായ യുദ്ധത്തിന് പോവുകയാണ് ഉക്രൈൻ. ഇത് വിജയിച്ചില്ലെങ്കിൽ തീർന്നു അവർ. അപ്പോൾ ആ ഒരു സമരമുറ അവർ സ്വീകരിക്കുകയാണ്. ആ സമരമുറയിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു യുദ്ധം കാണുമ്പോൾ ഒരു ദുർബലൻ്റെ പോരാട്ടം എന്ന നിലയിൽ ഈ സമയത്ത് ഒരു കാഴ്ചക്കാരൻ്റെ മനസ്സ് വെച്ച് നമുക്ക് യുക്രൈന് വേണ്ടി ഒന്ന് കൈയടിക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത്. തീർച്ചയായും. കാരണം അങ്ങനെയല്ല, ദുർബലൻ്റെ കൂടെയാണ്. മാത്രമല്ല അവൻ നടത്തുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള ഗംഭീരമായ യുദ്ധമാണ്. ഏതായാലും 1000 മുറിവുകളുടെ യുദ്ധം മുറിവുകൾ ഉണങ്ങട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണല്ലോ ആഗ്രഹിക്കേണ്ടത്. ഈ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ പൊരുതിയില്ലെങ്കിൽ ഒരു അന്ത്യം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് പൊരുതിയേ തീരൂ. അവർ പൊരുതുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.